ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ് കോഡിന്റെ കാര്യത്തിലേക്ക്. ഡ്രസ് കോഡിന്റെ കാര്യം ഞാൻ പർപ്പസ്ഫുള്ളി ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തേക്കാണെന്ന് അറിയോ, നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതാണ്. നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സ്ലൈഡ് മാറ്റി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് പോയത് കൊണ്ട് കുട്ടികൾക്ക് ആർക്കെങ്കിലും എക്സാം എഴുതാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മൈ ആൻസർ ഈസ് നോ. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ട് പോയതിന്റെ പേരിൽ ആരെയും എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ക്ലിയർ ആണോ? 2 കൊല്ലോ 3 കൊല്ലോ മുന്നേ ഏതോ ഒരു കുട്ടി, ഏതോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്റ്റുഡന്റിന്റെ ഇന്നർ വെയർ അഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ന്യൂസ് മീഡിയ അതിന്റെ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ ഇന്നർ വെയർ അഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മൾ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ, കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു, ആ ആൾക്കൂട്ടത്തിന്റെ ഉള്ളിൽ മറ്റേ മഹാഭാരതത്തിൽ പറയുന്ന പോലെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നൊരു കുട്ടി ഇന്നർ വെയർ അഴിക്കുന്നു. അവിടെ വെച്ചിട്ട് ആ കുട്ടീനെ ആകെപ്പാടെ എന്താ പറയാ മാനഭംഗപ്പെടുത്തുന്നു, ആകെപ്പാടെ പ്രശ്നമായി, ആ കുട്ടിക്ക് അഭിമാനത്തിന് ക്ഷതമേറ്റു എന്നുള്ള രൂപത്തിലാണ് ന്യൂസ് മീഡിയ പറയുന്നത്. ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, ആ മെറ്റൽ ഡിറ്റക്ടറിൽ മെറ്റൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പി കേട്ടപ്പം തൊട്ടപ്പുറത്ത് ഒരു റൂം ഉണ്ടാവും. ആ റൂമിൽ പോയിട്ട് ആ ഇന്നർ വെയർ റിമൂവ് ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞ. ഇന്നർ വെയറിന് മാത്രമൊന്നുമല്ല, എന്ത് പി ഉണ്ടെങ്കിലും അവർ അതിനകത്ത് മാറ്റിപ്പിക്കും. അവരവിടെ നിന്ന് റിമൂവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയും. ആ റിമൂവ് ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ എക്സാം എഴുതാനുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണോ ചെയ്യുക? ഒരിക്കലും ചെയ്യില്ല. നിങ്ങളുടെ കയ്യിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൾ ടിക്കറ്റും ഒരു ID കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ കയറ്റും, ഉറപ്പായിട്ടും കയറ്റും. അപ്പൊ ഏത് ഡ്രസ്സാണ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടാവുക. ഏത് ഡ്രസ്സ് ഇട്ടാലും കയറ്റും, എനി ഡ്രസ് ഈസ് ഓക്കെ. അങ്ങനെ തന്നെ, വേറെ ഭയങ്കരമായിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങളില്ല. ഇതിന്റെ ഡീറ്റെയിലേക്ക് വരാട്ടോ, നിങ്ങളുടെ അടുത്ത് കറക്റ്റ് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്. എനി ഡ്രസ് ഈസ് ഓക്കെ. ഏത് ഡ്രസ്സ് ഇട്ട് പോയാലും ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇട്ട് പോയ ഡ്രസ്സിനകത്ത് 2-3 മെറ്റൽ പാർട്സ് ഉണ്ട്, 2-3 വലിയ സിബ് ഉണ്ട്, 2-3 ബട്ടൺ ഉണ്ട്. നിങ്ങളെ കയറ്റാതിരിക്കില്ല, നിങ്ങളെ കയറ്റും, എക്സാം എഴുതിപ്പിക്കും. പോയിന്റ് നമ്പർ 1. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന ഡ്രസ്സിനകത്ത് ഇതുപോലെ മെറ്റൽ പാറ്റേൺ, നമ്മൾ വലിയൊരു ഹൈ ഹീൽ ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് പോയിട്ടുള്ളെങ്കിൽ ഇവർ ഈ ഷൂ ഒക്കെ തപ്പി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കയറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ റൗണ്ട് അകത്തേക്ക് കയറ്റുമ്പോൾ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ റൗണ്ടിൽ പോയി 12:30 പുറത്ത് നിർത്തി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറ്റിയിരുന്നത്. നമുക്ക് സമയം നഷ്ടപ്പെട്ടിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ബയോ ബ്രേക്ക്, ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടി, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടി, പറ്റിക്കൂടായിക്കൊന്നും ഇല്ല കേട്ടോ, നമുക്ക് മുള്ളാനൊക്കെ മുട്ടും. ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ വീണ്ടും ഫ്രിസ്ക് ചെയ്യും. അത്രേ ഉള്ളൂ. തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം തുടങ്ങി, 3 മണിയായിരുന്നു, നമ്മൾ സ്പീഡിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി. നമ്മൾ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ച 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചിങ്ങനെ വരാൻ നേരത്തെ സെക്യൂരിറ്റി വീണ്ടും ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യാൻ നേരത്തെ ഒരു പി കേട്ടാലോ, ആ സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ ഏതൊരു പാട്ടാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം നമ്മുടെ സമയത്ത് നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. അത്രേ ഉള്ളൂ. അവിടെ നോക്കിയിട്ട് അവർ എക്സാം ഹാളിലേക്ക് തിരിച്ച് കയറ്റുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും അവർ നിങ്ങളെ എന്ത് ചെയ്യില്ല, കയറ്റാതിരിക്കില്ല. അത് ചെക്ക് ചെയ്യാൻ എടുക്കണ സമയം എടുക്കുന്നേ ഉള്ളൂ. ഈ ചെക്ക് ചെയ്യാനുള്ള സമയം എടുക്കും എന്നുള്ള ഒരു ഒറ്റ പോയിന്റിനകത്ത് നമ്മൾ പറഞ്ഞുതരാം. വി ക്യാൻ മേക്ക് ഇറ്റ് ഡ്രസ്സിങ് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധാ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. സാധാരണ ഗതിയിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ നീറ്റ് എക്സാമിന്റെ തലേദിവസം ആൾക്കാർ ഇങ്ങനെ സെൽഫി എടുത്തിട്ട് അയച്ചു തരും. സാർ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് കൊള്ളാവോ, സാർ ഇവിടെ ഈ ഒരു ബട്ടൺസ് ഉണ്ട്, ഈ ബട്ടൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പാന്റിന്റെ അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു തരും. സാർ ഇതെങ്ങനെയുണ്ട് സാർ എന്ന് വെച്ചിട്ട്. എന്റെ പൊന്നു മക്കളെ, അങ്ങനത്തെ രൂപത്തിലൊന്നും നിൽക്കണ്ട. ദിസ് ഈസ് ലൈക്ക് എനി ഡ്രസ് ഈസ് ഓക്കെ, ബട്ട് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ഇത് ശരിക്കും കോമഡിയാണ്. അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ട്, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണെന്ന് തോന്നുന്നുണ്ട്, ഇതുപോലെ നീറ്റിന്റെ തലേ ദിവസം ഒരു ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, ടോപ്പ് സ്റ്റുഡൻസിനുള്ള ലാസ്റ്റ് ലൈവ് ആണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈ ഇമ്പോർട്ടൻസ് സാധനം വന്നു കഴിഞ്ഞാൽ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. മോർണിംഗ് മീറ്റിംഗിൽ കാര്യമായിട്ട് പറഞ്ഞു തരും. ലൈവ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ പബ്ലിക്കിന് വേണ്ടിയിട്ട് ലൈവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം വേണ്ടി ഫോണിൽ ഇങ്ങനെ ചറപറോന്ന് കോൾ വരുന്നുണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് സാർ അത്യാവശ്യം ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ എടുത്ത് എന്താണെന്ന് ചോദിക്കും, സാർ ഒന്ന് വാട്സപ്പ് നോക്കുമോ. അപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഇവർ അച്ഛനും അമ്മയും മക്കളെല്ലാം കൂടെ കൂടിയിട്ട് തുണിക്കടയിൽ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക. കുറേ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എല്ലാത്തിനും ഫോട്ടോ എടുത്ത് അയച്ചു തന്നേക്കാണ്. സാർ ഇതിനകത്ത് ഏത് ഡ്രസ്സാണ് ഞാൻ ഇടുന്നതെന്ന് വെച്ചിട്ട്. മക്കളെ, മേക്ക് ഇറ്റ് സിമ്പിൾ. എനി ഡ്രസ് ഈസ് ഓക്കെ. അവോയ്ഡ് മെറ്റാലിക് പാർട്സ്. അത്രേ ഉള്ളൂ. വലിയ മെറ്റാലിക് സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ പാൻറ് ഇടുന്ന സമയത്ത് എല്ലാ പാൻറ്റിലും ഒരു സിബ് ഉണ്ടാവും. ആ സിബ് പ്രശ്നമാണോ? പ്രശ്നമൊന്നുമല്ല. എല്ലാ പാൻറ്റിലും ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ പ്രശ്നമാണോ? അത് പ്രശ്നമല്ല. ബേസിക്കലി അത്രേ ഉള്ളൂ. പിന്നെ ചെരുപ്പ് ഇടുമ്പോൾ ഒരു സാധാ ചെരുപ്പ് ഇട്ടിട്ട് പോവുക. മുടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, മുടി അഴിച്ചു വെച്ചിട്ട് പോവുക. കസ്റ്റമറി ഡ്രസ്സ് ആണെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. കസ്റ്റമറി ഡ്രസ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹിജാബ് ഇടുന്ന ആളാണെന്ന് വിചാരിക്കുക. ആ ഹിജാബ് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ കന്യാസ്ത്രീയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സിഖുകാരൊന്നുമില്ല, മറ്റേ കൃപാണ്ട് ഇടുന്ന ആൾക്കാർ, മറ്റേ തലയിൽ കെട്ടുന്ന ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത കാരണം കുഴപ്പമില്ല.
പക്ഷെ അങ്ങനത്തെ എന്തെങ്കിലും മതാചാര പ്രകാരമുള്ള ഒരു കസ്റ്റമർ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പോവുക. അവർ 11 o'clock തന്നെ റിപ്പോർട്ട് ചെയ്തേക്കുക. അവർക്ക് തപ്പിയിട്ട് കയറാൻ വേണ്ടിയുള്ള സമയത്താണ്. ഇനി കസ്റ്റമർ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെയുള്ള പ്രത്യേകത ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണ്. ഒന്ന് പുറത്ത് മൂത്രം ഒഴിക്കാനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് കാര്യം. സോ ഡ്രസ്സിന്റെ കാര്യത്തിൽ കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ എന്നുള്ള ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ആൻഡ് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ടൊരു ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ലൈറ്റ് ക്ലോത്തിങ് ഇട്ട് പോവുക. സ്മോൾ ബട്ടൺസ് ഉള്ളത് കുഴപ്പമില്ല. സിമ്പിൾ ട്രൗസേഴ്സ് സൽവാർസ് ഇടാൻ വേണ്ടി പറ്റും. ഓപ്പൺ സ്ലിപ്പേഴ്സോ അല്ലെങ്കിൽ ലോ ഹീൽഡ് ആയിട്ടുള്ള സാൻഡൽസോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇനി ഫുൾ സ്ലീവ്സ്, ഹുഡീസ്, ജാക്കറ്റ്സ് ഒഴിവാക്കുക. വൈ? ബിക്കോസ് അത് തപ്പാൻ സമയം എടുക്കും, അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ഡ്രസ് ഇട്ടിട്ട് പോവാം, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുൾ സ്ലീവ് ഇവിടെ വരെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, അത് കസ്റ്റമർ എടുത്ത ആൾക്കാർ മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഹാഫ് സ്ലീവ് സാധനങ്ങൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ടോപ്പേൻ്റെ ടീഷർട്ട് ഇല്ലേ, ദിസ് വിൽ ബി ഫൈൻ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ ടീഷർട്ട്, ഇതൊരു സിമ്പിൾ ടീഷർട്ടോ, അതിനകത്ത് ഇവിടെ ഡോപ്പാന്ന് എഴുതിയിട്ടുണ്ട്, ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ കുറേ എഴുത്തുള്ള സാധനങ്ങൾ സംഗതികളൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ ബേസിക്കലി ആലോചിക്കുക, കാർഗോ പോക്കറ്റ്സ് ഉള്ളത്, വലിയ പോക്കറ്റ്സ് ഉള്ളത്, ലാർജ് ബട്ടൺസ് ഉള്ള സംഗതികൾ, ഏതെങ്കിലും തരത്തിലുള്ള ഷൂവിന്റെ ഉള്ളിലൊക്കെ നമുക്കറിയാലോ കോപ്പി അടിക്കാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഷൂ ഒന്നും ഇടണ്ട, സാധാ സപ്പലിട്ട് പോയാൽ മതി. ജുവല്ലറീസ് കൊണ്ടുപോകാതിരിക്കുക, മെറ്റൽ ബെൽസ്, വാച്ചസ്, ഫാൻസി ആയിട്ടുള്ള ഹെയർ പിന്നുകൾ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഏതെങ്കിലും കസ്റ്റമറി ഡ്രസ്സുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 11 AM മാനുവൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളതാണ്. കസ്റ്റമറി ഡ്രസ്സ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ ടൂ മച്ച് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ഡ്രസ്സ് ഇട്ട് പോവുക, ഒരു സാധാ ഡ്രസ്സ്, ഏതെങ്കിലും കളറിന് പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഡ്രസ്സ്, സൽവാർ പറ്റുമോ, പലാസ പറ്റുമോ, പിന്നെ എന്തായിരുന്നു മറ്റേ ടൈറ്റ് ലെഗിൻസ് പറ്റുമോ, ജഗ്ഗിൻസ് പറ്റുമോ, എനിക്കറിയില്ല. ഞാനിങ്ങനെ ഈ പല ഡ്രസ്സിന്റെയും പേര് പഠിക്കുന്നത് ഈ നീറ്റ് എക്സാമിന് തലേദിവസം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട്, സാർ എൻ്റെ കയ്യിൽ ഇന്നൊരു ഡ്രസ്സാണ്, എടാ കുഴപ്പമില്ല, മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് ഗോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുക. സോ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പോകണ്ടാവുക. പ്ലാസ്റ്റർ ഇട്ടാൽ കുഴപ്പമുണ്ടാവും, പ്ലാസ്റ്റർ ഒക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പാർട്ടായിട്ട് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളല്ലേ. സോ ഡ്രസ് കോഡിന്റെ ഒരേ ഒരു ലോജിക്കേ ഉള്ളൂ, ഒറ്റ ലോജിക്കേ ഉള്ളൂ. ദിസ് ഈസ് ലൈക്ക് മേക്ക് ഇറ്റ് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇത് മനസ്സിലാക്കാൻ ഞാനിങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് നീറ്റ് കിട്ടുള്ളൂ. അത് തമാശയാക്കിയിട്ട് വെച്ചാൽ മതി, ഒരു സർക്കാസായിട്ട് തന്നെ എടുത്താലും മതി. ഈ കോംപ്ലക്സ് ഡ്രസ്സ് ഏതാ, സിമ്പിൾ ഡ്രസ്സ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഡോക്ടർ ആവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അങ്ങനത്തെ ആൾക്കാർ ഡോക്ടർ ആയാൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഈ പേഷ്യന്റിന് സിവിയർ ഡിസീസ് ആണോ, മൈൽഡ് ഡിസീസ് ആണോ, മോഡറേറ്റ് ഡിസീസ് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ വളരെ സിമ്പിൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പോവുക. കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് സിവിയർ ആണെന്നും, ഇത് സിമ്പിൾ ഡിസീസ് ആണെന്നും, ഇതൊരു മോഡറേറ്റ് ഡിസീസ് ആണെന്നും, ഈ പേഷ്യന്റ് ICUലാക്കേണ്ടതാണെന്നും, ഈ പേഷ്യന്റ് വാർഡിൽ അഡ്മിറ്റ് ചെയ്താൽ മതിയെന്നും, ഈ പേഷ്യന്റ് മരുന്ന് കൊടുത്ത് വീട്ടിൽ വിടാന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. അല്ലാതെ അതിനകത്ത് ഇങ്ങനെ 2-3 ആളോട് ഒപ്പീനിയൻ ഒക്കെ ചോദിച്ചു പോകുന്ന ആൾക്കാർ യൂഷ്വലി ഡോക്ടർ ആവാറില്ല എന്നുള്ളതാണ് കാര്യം. സോ സിമ്പിൾ ആയിട്ട് അലൗഡ് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡിലേക്ക് തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.